ഇന്ത്യ സഖ്യത്തിന് വളരെ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് ബീഹാർ. ന്യൂനപക്ഷ വോട്ടുകളിൽ വേരൂന്നിയ സംസ്ഥാനത്തിൽ ബി.ജെ.പിക്ക് അത്ര കണ്ട് ക്ലച്ച് പിടിക്കാനായിട്ടില്ല എന്നത് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിജയം. പക്ഷേ പല മാധ്യമങ്ങളും പറഞ്ഞുവിടുന്നത് ഇന്ത്യ സഖ്യത്തിൽ പൊട്ടിത്തെറി എന്നൊക്കെയാണ്. എന്നാൽ അവർ ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഒഴിവാക്കിയ രണ്ട് പ്രധാന സീറ്റുകളുണ്ട്: ലാൽഗഞ്ചും കൊടുമ്പ മണ്ഡലവും. ഇവിടെ രണ്ടിടത്തും RJDയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നു എന്നായിരുന്നു നാഷണൽ മീഡിയകളടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ കൊടുമ്പ മണ്ഡലത്തിൽ കോൺഗ്രസിനെതിരെ RJDയോ ലാൽഗഞ്ചിൽ RJDക്കെതിരെ കോൺഗ്രസോ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല എന്നതാണ് സത്യം. എന്നിട്ടാണ് ഐക്യമില്ല, ഇവർ പിളർന്നു എന്നൊക്കെ മാധ്യമങ്ങൾ പടച്ചുവിടുന്നത്. ഇനി വാർത്തയാക്കപ്പെടാത്ത മറ്റൊരു കാര്യം: വലിയ രീതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടും ഇന്ത്യയിലെ പിളർപ്പ് ആരും വാർത്തയാക്കുന്നുപോലില്ല. LJPയിലെ ചിരാഗ് പസ്വാൻ മുഖ്യമന്ത്രി മോഹം ഉപേക്ഷിച്ചത് കഴിഞ്ഞ ദിവസമാണ്. വയസ്സൻ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനോട് യുവജനങ്ങൾക്ക് താല്പര്യമില്ല എന്ന പൊതുധാരണയിലാണ് BJPക്ക് ഇത്തരമൊരു തീരുമാനത്തിൽ പൊട്ടിത്തെറിയിലേക്ക് എത്താനുള്ള കാരണം. JDUവും LJPയും തമ്മിലുള്ള പൊരിഞ്ഞടി തീർക്കാനായിരുന്നു അമിത്ഷാ നേരിട്ട് ഇറങ്ങിയത്. 29 സീറ്റ് LJPക്ക് കൊടുത്തതിൽ നിതീഷ് അതൃപ്തി അറിയിച്ചതാണ്. 101 സീറ്റുകൾ വീതമാണ് BJPയും JDUവും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റെങ്കിലും പിടിച്ചെടുത്തുവെങ്കിലും JDUവിന് ഒന്ന് വിറപ്പിക്കാൻ പലയിടത്തും LJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ BJPയുടെ 101ഉം LJPയുടെ 29ഉം ചേർത്താൽ 130 സീറ്റുകൾ. കൂടാതെ നിതീഷിന്റെ ബദ്ധശത്രുവായ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാ മോർച്ച ചേർത്താൽ നിതീഷിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന അത്ര ഒറ്റകക്ഷിയെ മാറാൻ BJPക്ക് മുന്നിൽ നിന്നും സാധിക്കും. അതാണ് അമിത്ഷാ ഫലം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ MLA ഉള്ളവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും എന്ന് പറഞ്ഞതും. ഈ പ്ലാൻ നടപ്പിലാകുമ്പോൾ നിതീഷ് ഇടയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് NDA പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ നിതീഷ് വെറുതെ വിടില്ല. അത് തന്നെയാണ് NDAയുടെ തകർച്ചയുടെ പ്രധാന കാരണവും. ഇനി ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 61ൽ 52 സീറ്റും സ്വന്തം പോക്കറ്റിലാക്കിയാണ് കോൺഗ്രസിന്റെ കുതിപ്പ്. അതും രാഹുൽ ഗാന്ധിയുടെ ഒറ്റപ്പെടുത്തൽ ആണ് സംസ്ഥാനം കോൺഗ്രസിന്റെ കൈപിടിക്കുന്നത്. എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴായിരുന്നു 52 സീറ്റ് കോൺഗ്രസ് സഖ്യകക്ഷിയിൽ നിന്നും സ്വന്തമാക്കിയത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കാനായി കട്ടായം പറഞ്ഞു പിടിച്ചത് 75 സീറ്റുകളായിരുന്നു. എന്നാൽ അന്ന് വെറും 19 സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാനായിട്ടുള്ളൂ. പിന്നാലെ നിതീഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് BJPയിൽ ചേരുകയും ആ വഴിക്ക് NDA മുഖ്യമന്ത്രി ആവുകയുമായിരുന്നു. അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ കോളിളക്കൾ അരങ്ങേറിയ മണ്ണാണ് ബീഹാർ. അതുകൊണ്ട് തന്നെ ആ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കും മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ബോംബ് പൊട്ടുകയും പിന്നാലെ വോട്ട് ചോരി യാത്ര നടത്തിക്കൊണ്ട് ബീഹാറിലെ ജനകീയ സപ്പോർട്ട് ഇന്ത്യ മുന്നണി നേടിയെടുക്കുകയും ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കാര്യം ഉറപ്പിച്ചു. അതാണ് ഒത്തിരി സീറ്റുകൾ വാങ്ങിക്കൂട്ടൽ അല്ല രാഷ്ട്രീയ വിജയം, പകരം വാങ്ങിക്കൂട്ടുന്ന സീറ്റുകളിൽ വിജയിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് 75ൽ നിന്നൊന്നും വേണ്ട, പകരം മാസങ്ങൾക്ക് മുൻപ് പണിയെടുത്ത് വിജയം ഉറപ്പിക്കുന്ന 52 സീറ്റ് മാത്രം മതിയെന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. വിജയിച്ചേ മതിയാകൂ എന്ന ഒറ്റ തീരുമാനവും ഇന്ത്യ മുന്നണി എന്ന മുന്നണിയുടെ വിജയമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആകെ ഉന്നമിക്കുന്നത്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് കോൺഗ്രസ് തന്നെ. 53 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് റാം കുടുംബ മണ്ഡലത്തിൽ നിന്നുമാണ് ജനവിധി തേടുക. ശേഷിക്കുന്ന 8 സീറ്റുകളിലും ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. 243 അംഗ നിയമസഭാ മണ്ഡലങ്ങളിൽ 61 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ഇതിൽ 59 സീറ്റുകളിൽ മാത്രമേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയുള്ളൂ. സഖ്യത്തിനൊപ്പം ചേർന്ന ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടിയായി 2 സീറ്റുകൾ നീക്കിവെക്കണം. കഴിഞ്ഞ തവണ 19 സീറ്റിൽ മത്സരിച്ച 12ലും വിജയിച്ച CPI MLAന് ഇത്തവണ 20 സീറ്റുകളാണുള്ളത്. CPIക്ക് 6ഉം CPIMന് 4ഉം സീറ്റുകൾ നൽകാൻ ധാരണയായിട്ടുണ്ട്. മുന്നണി വിടുമെന്ന ഭീഷണി മുഴക്കിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് 15 സീറ്റാണ് നൽകിയത്. ബാക്കി വരുന്ന 137 സീറ്റുകളിൽ RJD തീരുമാനമെടുക്കും. ഘടകകക്ഷികൾക്ക് RJD സ്വന്തം അക്കൗണ്ടിൽ നിന്നും സീറ്റ് നൽകും.